സോ നമ്മൾ പറഞ്ഞത് സെറോസയാണ്. സെറോസ കഴിഞ്ഞിട്ട് മസ്കുലാർ കോട്ടൺ. ഇറ്റ്സ് എ കമ്പോസ്ഡ് ഓഫ് എ ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ഇന്നർ സർക്കുലർ മസിൽ ഫൈബേഴ്സ്. ഈ പറയുന്ന മസിൽസിൻ്റെ ഇടയ്ക്ക് നെറ്റ്വർക്ക് ഓഫ് നെർവ് സെൽ ഓർ പാരാസിമ്പത്തറ്റിക് നെർവ് ഫൈബേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഈ പറയുന്ന നെർവ് ഫൈബേഴ്സാണ് പെരിസ്റ്റാൾസിസിന് സഹായിക്കുന്നത്. പെരിസ്റ്റാൾസിസ് എന്ന് പറയുമ്പോൾ ഇതൊരു മൂവ്മെൻ്റ് ആണ്, സിക്സാക് മൂവ്മെൻറ്റ് പോലെ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പെരിസ്റ്റാൾസിസ് കാണിക്കുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നിന്ന് ലാർജ് ഇൻറ്റെസ്റ്റൈനിലോട്ട് പോകുമ്പോൾ ആ ഒരു സ്ഥലത്ത് പെരിസ്റ്റാൾസിസ് കാണിക്കും. പിന്നെ നമ്മുടെ ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലോട്ട് ഫുഡ് പോകുമ്പോൾ അവിടെയും ആ ഒരു മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് അവിടെ ഒരു ക്ലോസിംഗ് ഉണ്ട്, ഈസോഫാജിയൽ സ്പിഞ്ചർ എന്ന് പറയും. അപ്പോൾ അവിടെ കാണിക്കുന്നത് പെരിസ്റ്റാൾസിസ് ആണ്. അടുത്താണ് സബ്മ്യൂക്കോസ. ഇത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, റിച്ച്ലി സപ്ലൈ വിത്ത് ബ്ലഡ് ആൻഡ് ലിംഫാറ്റിക് വെസൽസ്. അടുത്താണ് മീഷ്നസ് അല്ലെങ്കിൽ സബ്മ്യൂക്കോസൽ. നമ്മൾ നേരത്തെ പറഞ്ഞ സബ്മ്യൂക്കോസൽ. ഇറ്റ്സ് ആൻ അനദർ നെറ്റ്വർക്ക് ഓഫ് നെർവ് സെൽസ് ഓർ sympathetic nerve fibers present between the muscular cord and mucosa. It controls the secretion of intestinal juice. ഇനി മ്യൂക്കോസ എന്ന് പറയുന്നത് so named because it secretes mucus to lubricate the inner lining of the gut. It is composed of 3 things: the muscularis mucosa, lamina propria and epithelium. എലമെൻ്ററി കനാലിനകത്ത് വരുന്നതാണ് ബക്കോ ഫാരൻജിയൽ ക്യാവിറ്റി. അത് സ്പേസ് ബിറ്റ്വീൻ ദ ജോ ആണ്, ഡിവൈഡ് ഇൻറ്റു 2, ഓറൽ ക്യാവിറ്റിയും ഫാരൻസ്. ഇനി നമ്മൾ പഠിക്കേണ്ടതാണ് മൗത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസ്വേഴ്സ് സ്ലിറ്റ് ലൈക്ക് അപ്പേർച്ചർ ബൗണ്ടഡ് ബൈ 2 മൂവബിൾ ലിപ്സ്. അപ്പർ ലിപ്പിന് there's a depression called filtrum below the nose. പിന്നെ ഓറൽ ക്യാവിറ്റി വെസ്റ്റിബ്യൂൾ ഉണ്ട്, ദ ക്യാവിറ്റി ഓഫ് സ്പേസ് ബൗണ്ടഡ് എക്സ്റ്റേർണലി ബൈ ലിപ്സ് ആൻഡ് ചീക്സ് ആൻഡ് ഇൻറ്റേർണലി ബൈ ഗംസ് ആൻഡ് ടീത്ത്. ബക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത് ലാർജ് ചേംബർ ജസ്റ്റ് ഇൻസൈഡ് ദ മൗത്ത് ഇൻ വിച്ച് ഫുഡിനെ ചവയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ എ പാലറ്റ് above the throat with tongue below and teeth on the sides. എന്താണ് ഈ പറയുന്ന പാലറ്റ്? ഇറ്റ് ഫോംസ് ദ റൂഫ് ഓഫ് ദ ബക്കൽ ക്യാവിറ്റി, ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു ആൻറ്റീരിയർ ഹാർഡ് ആൻഡ് പോസ്റ്റീരിയർ സോഫ്റ്റ് പാലറ്റ്. ഹാർഡ് പാലറ്റിനകത്താണ് ബിയേഴ്സ് ട്രാൻസ്വേഴ്സ് പാലറ്റിൻ റുഗെ സപ്പോർട്ടഡ് ബൈ ബോൺസ്. മാസ്റ്റിക്കേഷന് സമയത്ത് ഫുഡിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. സോഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നത് അതിനൊരു സോഫ്റ്റ് സർഫസ് ഉണ്ട്, ടേക്സ് ഫുഡ് ഇൻ സ്വാലോയിങ്. ഈ നമ്മൾ വാ തുറക്കുമ്പോഴത്തേക്ക് ഒരു ആടി നിൽക്കുന്ന സാധനമുണ്ട്, അതാണ് വൾവ. ഓക്കെ, ആസ് എ ഫ്രീ ഫ്ലാപ്പിംഗ് which closes the internal nares during swallowing of food bolus. നമ്മുടെ ഈ വായിലോട്ടിടുന്ന ഫുഡ് ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചർ, അല്ലെങ്കിൽ ബോൾ ലൈക്ക് സ്ട്രക്ചർ ഒന്നുമില്ല, അത് താഴോട്ട് ഈസോഫാഗസിലൂടെ സ്റ്റൊമക്കിലോട്ട് പോകുന്നത് ബോളസ് എന്ന ഫോമിലാണ്. ഇനി 1 pair of large lymph node is present in the posterolateral surface of the soft plate. ഒരു പെയറാണ്. ഓക്കെ, പാലറ്റിൻ ടോൺസിലേറ്റീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണിത്. ഇനി ടങ്ക്, നാക്കെന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാർജ് തിക്ക് മസ്കുലാർ സെൻസറി ഓർഗൻ മോസ്റ്റ് ഡെവലപ്ഡ് ഇൻ മാമൽസ്. ഇത് ഇൻജക്ഷനും മാസ്റ്റിഫിക്കേഷനും ഡെഗ്ലൂട്ടീഷനും ഒക്കെ സഹായിക്കും. ടങ്കാണ്
വോയിസ് പ്രൊഡക്ഷനും പിന്നെ ഫുഡിനെ ടേസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടേസ്റ്റ് ബഡ്സ്. പിന്നെ ഇറ്റ് എക്സ്റ്റെൻസ് ഇൻ ടു എ പാർട്ട് ഓഫ് ഫാരൻസ് അറ്റാച്ച്ഡ് ബേസിക്കലി ബൈ എ ഫോൾഡ്. അതിനെയാണ് ഫ്രനുലം എന്ന് പറയുന്നത്. മസ്കുലാർ മെമ്പറൈനിൽ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ദി റിസെപ്റ്റർ ഓഫ് ടേസ്റ്റ് ബഡ്സ് innervated by the branches of the facial, glossopharyngeal 7 9. General sensation of touch, നമ്മൾ തൊടുന്നത്, വേദന, ചൂട്, പ്രഷർ, ഇതെല്ലാം ട്രിഗ്മീനൽ നെർവ് സഹായിച്ചിട്ടാണ്. ഇനി ഇവിടെ നോക്കാനുള്ളത് എന്താണ് ടേസ്റ്റ് ബഡ്സ് എന്ന്. A group of epithelial cells located on the tongue or the lingual papillae, hard and soft palate, epiglottis and pharynx. Two kind of elongated columnar cells ഉണ്ട്. നമുക്ക് ഇത് നോക്കാം. പടം നോക്കിയാണോ? പടം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റും നടുക്ക് അധികം ടേസ്റ്റ് ബഡ്സ് ഒന്നും ഇല്ല. ഇനി സൈഡ് രണ്ടും സോറാണ്. ഇവിടുത്തെ ടിപ്പിൽ സ്വീറ്റ് ഓർ സോൾട്ടി, അകത്താണ് ബിറ്റർ. ഇനി ടേസ്റ്റ് പോറ്, an opening in the lingual epithelium that allows the substance to reach the anterior of the taste buds. Lingual papillae of 4 types: filiform, fungiform, foliate, circumvallate. ഫിലിഫോമിനകത്ത് വരുന്നതാണ് ഇറ്റ്സ് എ ഫ്ലെയിം ലൈക്ക് സ്ട്രക്ചർ കവേർഡ് ബൈ ഇറഗുലർ എപ്പിത്തീലിയം. It's the smallest and most numerous white conical in shape. ഇതിനകത്ത് ടേസ്റ്റ് ബഡ്സ് ഒന്നും ഇല്ല. ലൊക്കേറ്റഡ് നിയർ സെൻറ്റർ ആൻഡ് മോസ്റ്റ് ഓഫ് ദ അപ്പർ ടങ് സർഫേസ്. ഫംഗിഫോം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അബൻഡൻറ്റ് സ്കാറ്റേർഡ് എമംഗ് ദ ഫിലിഫോം. മഷ്റൂം ഷേപ്ഡ് ആയിട്ട് സ്ട്രക്ചറാണ് വിത്ത് എ കൺസ്ട്രക്റ്റഡ് ബേസ് ആൻഡ് എക്സ്പാൻഡഡ് ഫ്ലാറ്റൻഡ് അപ്പർ പാർട്ട്. ഇറ്റ്സ് എ ലാർജ് subspherical appear as red dots located at the tip and margin. Contain few 8 to 10 taste buds. ഫോളിയേറ്റിനകത്ത് വരുന്നതാണ് വളരെ കുറച്ച് ബ്രോഡായിട്ടുള്ള ഫ്ലാറ്റൻഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചറുള്ള ആളാണ് ഫോളിയേറ്റ്. നമുക്ക് പടം വ്യക്തമാണ്. ഫോളിയേറ്റ്, ഫംഗിഫോം, ഫിലിഫോം പാപ്പിലെ നടുക്ക്, ഫംഗിഫോം, ഫോളിയേറ്റ്, സർക്കംവാലേറ്റ്. ഇനി ഫോളിയേറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻസിനെ സംബന്ധിച്ച് ഇതൊരു വെസ്റ്റീജിയലാണ്. പിന്നെ മെയിനായിട്ട് കാണുന്നത് റാബിറ്റിലും മാമൽസിലൊക്കെയാണ്. സർക്കംവാലേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്, പക്ഷേ ലാർജ് നോബ്-ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. ലാർജസ്റ്റ് നോബ്-ലൈക്ക് ലൊക്കേറ്റഡ് അറ്റ് എ സിംഗിൾ വി ഓർ യു റോ അപ്പോൺ ദ മിഡിൽ റീജിയൻ ഓഫ് ദ പോസ്റ്റീരിയർ പാർട്ട്. നമ്പർ 10 മുതൽ 12 വരെയുണ്ട്. കണ്ടെയ്ൻ അപ്രോക്സിമേറ്റ്ലി 200 ടേസ്റ്റ് ബഡ്സ്. ടീത്ത് എന്ന് പറയുന്നത് എക്ടോ മീസോഡെർമൽ ഇൻ ഒറിജിൻ. കണ്ടെയ്ൻ സ്ട്രക്ചർ ദാറ്റ് ഇസ് മെൻ ഫോർ ഹോൾഡിംഗ് പ്രേ ആൻഡ് കട്ട്. എന്തിനാണ് പല്ല് ഉപയോഗിക്കുന്നത്? കട്ടിങ്ങിനും ഗ്രൈൻഡിങ്ങിനും ക്രഷിങ്ങിനും എല്ലാമാണ്. ദ ട്രൂത്ത് ടീത്ത് ഡിറൈവ്ഡ് ഫ്രം ദ ഡെർമസ് ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ദ ബോൺസ്. 2 kind of roots in true teeth, ഓപ്പണും ഉണ്ട് ക്ലോസ്ഡും ഉണ്ട്. നമുക്ക് ഇതാണ് ശരിക്കും നമ്മുടെ പല്ലിൻ്റെ സ്ട്രക്ചർ. നമുക്ക് പല
പല്ലുകളുണ്ട്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ സ്ട്രക്ചർ ഇറ്റ് ഫോംഡ് ഓഫ് 3 പാർട്സ്. ഒന്ന് ക്രൗണ്, പറയുന്ന എക്സ്പോസ്ഡ് ഓർ വിസിബിൾ പാർട്ട് ഓഫ് ഇറ്റ് പ്രൊജക്റ്റ് ഔട്ട് ഓഫ് ദ ഗം. ശരിയാ, നമ്മൾ കാണുന്ന മേളത്തെ വെള്ള സ്ട്രക്ചറാണ് ക്രൗൺ. ഇനി കവേർഡ് ബൈ ദ ഹാർഡസ്റ്റ് ബ്ലൂയിഷ് വൈറ്റ് ഷൈനി ട്രാൻസ്ലൂസൻറ്റ് സബ്സ്റ്റൻസ് എനാമൽ. നെക്കെന്ന് പറയുന്നത് യൂഷ്വലി കവേർഡ് ബൈ ഗംസ് ഫ്ലഷി മ്യൂക്കസ് മെമ്പറൈൻ. റൂട്ട് എന്ന് പറയുന്നത് എംബഡഡ് ബൈ ദ ജോ ബോൺസ് ആൻഡ് ഫിക്സഡ് ബൈ ബോൺ ലൈക്ക് സിമെൻറ്റ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? ക്രൗണുണ്ട്, ക്രൗണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നെക്ക് കുറച്ചൊക്കെ, റൂട്ട് താഴോട്ട്, ബോണൊക്കെ കൊണ്ട് ഇതിനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോൺ ലൈക്ക് സിമെൻറ്റും ഉണ്ട്. ടീത്ത് കമ്പോണൻസ് ഹാർഡ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ എനാമൽ, ഡെൻറ്റൈന്, സിമെൻറ്റ്. സോഫ്റ്റ് ടിഷ്യൂ എന്ന് പറയുന്ന പൾപ്പ്, ക്യാവിറ്റി, പെരിഡോണ്ടൽ മെംബ്രെയിൻ. സോഫ്റ്റ് ടിഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പൾപ്പ്, ക്യാവിറ്റി, പെരിഡോണ്ടൽ മെംബ്രെയിൻ ഉണ്ട്. എനാമൽ എന്ന് പറയുമ്പോൾ എക്ടോഡെർമൽ, സെക്രീറ്റഡ് ബൈ എമീലോബ്ലാസ്റ്റ് സെൽസ് ഓഫ് ദ എക്ടോഡെർം. പിന്നെ റിമൈനിങ് പാർട്ട് ഓഫ് ദ ടൂത്ത് develops from mesoderm of embryo. It covers the crown and represents the hardest substance of the body. എന്ന് പറയുമ്പം നമ്മൾ ഈ കവേഴ്സ് ദ ക്രൗണിനെ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് റെപ്രസെൻ്റ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്, ഏറ്റവും ഹാർഡസ്റ്റ് ആയ സബ്സ്റ്റൻസാണ് എനാമൽ. ഈ എനാമലിന് ടൂത്തിന് the enamel that harden the tooth enamel is fluorine. ഓക്കെ, ഫ്ലൂറിനാണ് ടൂത്ത് എനാമൽ ഹാർഡർ ആക്കുന്നത്. ഇനി ഡെൻറ്റൈൻ എന്ന് പറയുന്നത് ടൂത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടാണ്. 69% ഇനോർഗാനിക് സോൾട്ടാണ് പ്രസൻറ്റ് ഇൻ ഡെൻറ്റൈൻ ആൻഡ് 65 ആർ പ്രസൻറ്റ് ഇൻ സിമെൻറ്റ്. ടൂത്തിൻ്റെ സ്കെലക്ടൻ റെപ്രസെൻ്റ് ചെയ്യും. ബോണിനെക്കാട്ടും ഹാർഡറാണ്. ഓക്കെ, ഇനി അതൊന്നും വേണ്ട, കുഴപ്പമില്ല. കൺസിസ്റ്റ് ഓഫ് ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ് വിച്ച് റൺ ഫ്രം ദ പൾപ്പ് ക്യാവിറ്റി ടു ദ പെരിഫറി. ഒഡോണ്ടോബ്ലാസ്റ്റ് ആണ് ഡെൻറ്റൈനെ സെക്രീറ്റ് ചെയ്യുന്നത്. ലൈ അറ്റ് ദ ഡെൻറ്റൈൻ പൾപ്പ് റീജിയൻ. Dentinal matrix composed of bundles of collagen fibers embedded into the calcified ground matrix. In cement, it's a regularly covered dentine of the root. ബോണുമായിട്ട്, അതായത് ബോണിൻ്റെ ഈസ്റ്റിയോസൈറ്റ്സുമായിട്ട് അസംബിൾ ചെയ്യും. ആൻഡ് ദ സെൽസ് ഹിയർ ആർ കോൾഡ് സിമെൻറ്റോസൈറ്റ്സ്. ലൈവ് സെൽസാണ്. ഇനി പൾപ്പ് ക്യാവിറ്റി പ്രസൻറ്റ് ഇൻറ്റേർണലി ആൻഡ് ലൈൻഡ് ബൈ ഒഡോണ്ടോബ്ലാസ്റ്റ്, കണ്ടെയ്ൻ സെൻസറി എൻഡിങ് ഓഫ് നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ് വിച്ച് ഡെലിവർ ന്യൂട്രിയൻസ് ടു ലിവിങ് ടിഷ്യൂ ഓഫ് ടൂത്ത് ആൻഡ് റിമൂവ് ദെയർ വേസ്റ്റ് പ്രോഡക്റ്റ്. പൾപ്പിൻ്റെ ക്യാവിറ്റി ടീത്തിൻ്റെ ന്യൂട്രീഷനും സർവൈവലിനും അത്യാവശ്യമാണ്. അറ്റ് ദ ബേസ് ആൻഡ് അപ്പർച്ചർ പ്രസൻറ്റ് ത്രൂ വിച്ച് ബ്ലഡ് കാപ്പിലറീസും നെർവ് ഫൈബേഴ്സും ടീത്തിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അതാണ് എപ്പിക്കൽ ഫോറമൻ. ദർസ് എ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് സെൽ ഫോറം ദ ലൈനിങ് ദ പൾപ്പ് ക്യാവിറ്റി, ഒഡോണ്ടോബ്ലാസ്റ്റ് സെൽസും ഡെൻറ്റൈൻ സെക്രീറ്റിംഗ് സെൽസും. ഡെൻ്റൽ പൾപ്പ് എന്ന് പറയുന്നത് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് വെസൽസ്, നെർവ്സ് ആൻഡ് ഫൈൻ കൊളജീനിയസ് ആൻഡ് റെക്ടിക്കുലാർ ഫൈബേഴ്സ്. ഇനി പെരിഫറി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലെയർ ഓഫ് കോളമനാർ ഒഡോണ്ടോബ്ലാസ്റ്റ് സെൻഡ് ദെയർ പ്രോസസ്സസ് വിത്ത് ഡെൻറ്റിൽ ട്യൂബ്യൂൾസ്. ഓക്കെ, ഫിഗർ ഇതെല്ലാമാണ് ഫിഗർ.
പെരിഡോണ്ടൽ മെമ്പറൈൻ എന്ന് പറയുന്നത് വളരെ ഡെൻസ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. മിനറൽസ് യാതൊന്നുമില്ല. ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ട്. ആൻഡ് ദ ഫൈബേഴ്സ് ഓഫ് പെരിഡോണ്ടൽ ലിഗമെൻറ്റ് പെനട്രേറ്റ് as sharp-edged fibers into the cement on one side and insert into the bony alveolus on the other side, thus fixing the tooth in situ. ടീത്തിനെ കുറിച്ച് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതാ വന്ന ടീത്ത് എന്ന് പറയുന്നത് മോണോഫയോഡോണ്ട്. ടീത്ത് വിച്ച് അപ്പിയേഴ്സ് ഓൺലി വൺസ് ഇൻ ലൈഫ് ടൈം, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അപ്പിയർ ചെയ്യുന്നതാണ്. എക്സാമ്പിൾ പ്രീമോളാസും ലാസ്റ്റ് മോളാസ് ഓഫ് മാൻ. ഇനി ഡിഫിയോഡോണ്ട് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ 2 തവണ ഉണ്ടാവും. ഇൻസിസേഴ്സും കെനൈൻസും പ്രീ ഇല്ല, മോളാസും. അടുത്തയാണ് പോളി എന്ന് പറയുമ്പോൾ മോർ ദാൻ ട്വൈസ് ഇൻ ലൈഫ് ടൈം. എക്സാമ്പിൾ ഫിഷിലും ആംബിബിയൻസും. ഓക്കെ. തീക്കോഡോണ്ട് എന്ന് പറയുന്നത് ടീത്ത് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ ദ ബോണി സോക്കറ്റ് ഓഫ് ജോ. നമ്മൾ മനുഷ്യരിൽ അങ്ങനെയാണ്, നമ്മൾ ജോയിലാണ് ഈ ടീത്ത് എംബഡഡ് ചെയ്തിരിക്കുന്നത്. ഇനി പ്ലൂറോഡോണ്ട് എന്ന് പറയുന്നത് ടീത്ത് വിച്ച് ആർ പ്രസൻറ്റ് ഓൺ ദ ലാറ്ററൽ സൈഡ് ഓഫ് ദ ജോ ബോൺസ്. ജോ ബോൺസ്. എക്സാമ്പിൾ റെപ്റ്റൈൽസ്. എക്രോഡോണ്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഓൺ ദ ടെർമിനൽ പാർട്ട് ഓഫ് ദ ജോ ബോൺസ്. അത് ഫിഷും ആംബിബിയൻസും. സോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇന്ന് തന്നെ ബാക്കിയുള്ള എല്ലാ പാർട്ടും കണ്ടു തീർക്കേണ്ടതാണ്. ടേക്ക് ഇറ്റ് എസ് എ ചാലഞ്ച്. സംടൈംസ് ആദ്യമൊന്നും പല ടേംസും മനസ്സിലാവണമെന്നില്ല. ഞാൻ പറഞ്ഞാൽ പല ടേംസും നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ കേട്ട് വീണ്ടും പലതവണ പല സാഹചര്യങ്ങളിൽ നിങ്ങൾ കേട്ട് അവസാനം നിങ്ങൾക്ക് വ്യക്തമായി തന്നെ ഇത് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. സോ താങ്ക് യു.